ഹലോ വെൽക്കം ടു anooptube. നമ്മളിത് നോക്കാൻ പോകുന്നത് എന്താണ് ഫോർ ലൂപ്സ്, അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം വിചാരിക്കുക. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ പോലുള്ള പാറ്റേൺ മീൻസ് നമ്മൾ സ്റ്റാർ കൊണ്ടുള്ള പാറ്റേൺ പ്രിന്റ് ചെയ്യുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റേൺ, അതായത് എന്തെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ലൂപ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലൂപ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴെല്ലാം ആ സാധനം എന്ത് ചെയ്യും, റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഫോൾസ് ആയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റിപ്പീറ്റഡ് ആയി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. സോറി, അപ്പോൾ നമുക്കിത് എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു 1 മുതൽ 100 വരെയുള്ള ഒരു നമ്പേഴ്സ് നമുക്ക് പ്രിന്റ് ചെയ്യണം വിചാരിക്കാം, ശരിയല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ, ഞാനിതിൽ ഒട്ടുമിക്ക കാര്യങ്ങളും പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രോഗ്രാമിലോട്ട് കിടക്കുക, ബേസിക് ആയുള്ള പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയുള്ള ടോപ്പിക്സ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അപ്പുറത്ത് തന്നെ ഒരു വെബ് ലൈക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഫോർ ലൂപ്പ് ഡോട്ട് ജാവ എന്നുള്ള ഞാനൊരു ക്ലാസ് ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒരു 1 മുതൽ 100 വരെയുള്ള ഒരു നമ്പർ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, സ്റ്റഡി പ്രിന്റ് ലൈനിൽ നമുക്ക് 1 മുതൽ 100 വരെ കൊടുക്കാം. പക്ഷേ അത് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് C++ലെ ഫോർ ലൂപ്പ് അറിയിച്ച സെയിം ഫോർ ലൂപ്പ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാറ്. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ലൂപ്പ് ഉണ്ട് ജാവയിൽ. ഒന്ന് വൈൽ ലൂപ്പ്, ഒന്ന് ഫോർ ലൂപ്പ്, ഒന്ന് ഡു വൈൽ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നോക്കാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം സാധനം നമ്മൾ എങ്ങനെയാണ് 3 ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും. ഫസ്റ്റ് ടൈം നോക്കേണ്ടത് ഫോർ ലൂപ്പ് എഴുതാം. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് പറഞ്ഞാൽ 4 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റില്ല, സാധാ ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഇനീഷ്യലായിട്ടുള്ള ഇനീഷ്യലൈസേഷൻ ആണ്. അതിൻ്റെ ഉള്ളിൽ വേരിയബിൾ ഉണ്ടായിരിക്കും. ആ വേരിയബിളിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുക. അപ്പോൾ ആ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയബിളിനെ ഉണ്ടാക്കുക ഇൻറ്റ് i = 0. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പിന്നുള്ളതാണ് i ഏതുവരെ പോകണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടീഷൻ ചെക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയും, കണ്ടീഷൻ ചെക്കിംഗ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ i <100 ശരിയല്ലേ? ഓക്കെ, അതിനുശേഷം അടുത്തെന്ന് വെച്ചാൽ അതിന് ഇൻക്രിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ആ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ലൂപ്പ് പറഞ്ഞ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് ആയിരിക്കും, അത് ഒരിക്കലും എൻഡ് ആവാത്തൊരു ലൂപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ആ വേരിയബിളിനെ അല്ലെങ്കിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അതൊന്നില്ലെങ്കിൽ ഡിക്രിമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ഇൻക്രിമെന്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് i++ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ i = i+1 എന്നും എഴുതാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ i++ എഴുതുന്നു സിമ്പിളായിട്ട്. ഓക്കെ, ++. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കേളി ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നോ അതായിരിക്കും നമുക്ക് ഫോർ ലൂപ്പിന്റെ ബോഡി, ഇതായിരിക്കും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മുതൽ 100 വരെ അല്ലേ പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് i = 1 മുതൽ തുടങ്ങിയാൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ system.out.println ഓഫ് i പ്രിന്റ് ചെയ്താൽ മതി അല്ലേ? ശരിക്കും i നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കണ്ടിന്യൂസ് ആയിട്ട് 1 മുതൽ 100 വരെയെല്ലാം പ്രിന്റ് ചെയ്തിട്ട് നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. സേവ് ചെയ്യുക. ഓക്കെ, വേണ്ട 1 മുതൽ 99 വരെ പ്രിന്റ് ചെയ്തു അല്ലേ? കാരണം എന്താണ്, നമ്മൾ കൊടുത്തപ്പോൾ എന്തായിരുന്നു മാറിപ്പോയത്, i <= കൊടുത്തില്ല, ലെസ് മാത്രമേ 100 കൊടുത്തുള്ളൂ. ഓക്കെ, അതാണ് കാരണം ഉണ്ടായത്. ഓക്കെ, നമ്മൾ വീണ്ടും ടെർമിനൽ എടുക്കുക, ന്യൂ ടെർമിനൽ എടുക്കുക. ഓക്കെ, 100 വരെ പ്രിന്റ് ചെയ്തു അല്ലേ? അതായത് 1 മുതൽ 100 വരെ നമുക്ക് പ്രിന്റ് കിട്ടി. ഓക്കെ, ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തത്. നമുക്ക് ഈ സെയിം സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്ത് ജസ്റ്റ് ഇതിനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കമൻറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് അടുത്തുള്ളതാണ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ സെയിം കാര്യം ചെയ്യാൻ നോക്കാം. അപ്പോൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈൽ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, വൈൽ. ഓക്കെ, വൈൽ. അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻ നമ്മൾ കൊടുക്കുക. നമ്മൾ ഇവിടെ കൊടുത്ത കണ്ടീഷനിൽ ഫോർ ലൂപ്പിന് സെക്കൻഡിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, അതേപോലെ തന്നെയുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആ കണ്ടീഷനാണ് ഇവിടെ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലോട്ട് കയറുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റിജർ വേരിയബിൾ ആദ്യം ഉണ്ടാക്കണം അല്ലേ? അപ്പോൾ ഇൻറ്റ് i
ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഉണ്ടാക്കി. അതിനുശേഷം ഈ കണ്ടീഷൻ കൊടുക്കണം I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ വൈൽ ലൂപ്പിൻ്റെ ബോഡിയുടെ ഉള്ളിലോട്ട് കയറണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിൻറ്റ് ചെയ്യണം അല്ലേ, അതല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഐയുടെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് ഫോർ ലൂപ്പിൽ ഓൾറെഡി ഒരു ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് വൈൽ ലൂപ്പിൽ നമ്മൾ തന്നെ വൈൽ ലൂപ്പിൽ അത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, I++ എഴുതും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും വൈൽ ലൂപ്പ് എന്നുള്ളൊരു സംഭവത്തിനെ ചെറുതാക്കി എഴുതിയൊരു സംഭവമാണ് ശരിക്കും ഫോർ ലൂപ്പ് എന്ന് പറയുന്ന സാധനം കേട്ടോ. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും നമുക്ക് സെയിം ആണ്. ഓക്കെ, കാരണം അത് എഴുതുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്നതെല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ടെർമിനൽ എടുക്കുക, ന്യൂ ടെർമിനൽ എടുക്കുക, ജാവ C ഫോർ ലൂപ്പ് ഡോട്ട് ജാവ ഫോർ ലൂപ്പ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1 മുതൽ 100 വരെയുള്ള നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈൽ ലൂപ്പും ഫോർ ലൂപ്പും യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ള ഒരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സെയിം കാര്യത്തിന് നമുക്ക് ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, നമുക്കത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെയിം കാര്യത്തിന് നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡു വൈൽ ലൂപ്പ് യൂസ് ചെയ്യാണ്. ഇപ്പോൾ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും നമ്മൾ സെയിം ആണെന്ന് പറഞ്ഞില്ലേ, പക്ഷേ ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവം വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈൽ ലൂപ്പിലും ഫോർ ലൂപ്പിലും നമുക്ക് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുള്ളൂ അല്ലേ, ശരിയല്ലേ. പക്ഷേ ഡു വൈൽ ലൂപ്പ് അങ്ങനെയല്ല, കണ്ടീഷൻ ട്രൂ അല്ലെങ്കിലും ട്രൂ ആണെങ്കിലും ഫസ്റ്റ് ടൈം എന്തായാലും അതിൻ്റെ ബോഡിയിലോട്ട് കിടക്കും. സെക്കൻഡ് ടൈം മുതലാണ് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് എക്സിക്യൂഷൻ നടക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഉണ്ടാക്കണം, I = 1. ഓക്കെ, അതിനുശേഷം ഡൂ എന്ന് എഴുതും, നമ്മുടെ സിൻടാക്സ് ആണ് പറയുന്നത്, ഡൂ എന്ന് എഴുതും. അതിനുശേഷം നമുക്ക് ബോഡി എഴുതും, നമ്മുടെ വൈൽ ലൂപ്പിൽ എഴുതിയ പോലെ തന്നെ ബോഡി എഴുതും. ഓക്കെ, C. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇൻക്രിമെൻറ്റ് ചെയ്യണം, ശരിയല്ലേ, അതേപോലെ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് വെച്ചാൽ വൈൽ ലൂപ്പ് എഴുതും, വൈൽ ലൂപ്പിന് താഴെയാണ് എഴുതുക. നമ്മൾ സാധാരണ ഡൂ കഴിഞ്ഞിട്ടാണ് വൈൽ ലൂപ്പ്, അതാണ് ഡൂ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിവിടെ സെമിക്കോളൻ എഴുതും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണ ഡൂ വൈൽ ലൂപ്പ് നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇത് നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, ശരിയല്ലേ. 1 മുതൽ 100 വരെ നമുക്ക് എന്ത് ചെയ്തു, 1 മുതൽ 100 വരെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. ഓക്കെ, പക്ഷേ നമുക്കിവിടെ ചെറിയൊരു പ്രശ്നം കൂടി വരാണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ I = 1000 കൊടുത്ത് വിചാരിക്കുക, അല്ലെങ്കിൽ 100,000 കൊടുത്ത് വിചാരിക്കുക. ശരിക്കും ഇത് നമുക്ക് ഈ ലൂപ്പിലോ വൈൽ ലൂപ്പിലോ ഫോർ ലൂപ്പിലോ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് എക്സിക്യൂട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ചെയ്ത കണ്ടീഷൻ ചെക്കിങ്ങിൽ തന്നെ അത് ഫോൾസ് ആയി പോകും, ശരിയല്ലേ. പക്ഷേ നമ്മൾ ഡു വൈൽ ലൂപ്പിൽ അങ്ങനെയല്ല, ഫസ്റ്റ് സാധനം അത് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നോക്കാം, നമുക്കിത് വർക്ക് ചെയ്യുന്നു. കണ്ടോ, 1000 ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യും, അതിനുശേഷമാണ് എന്തെങ്കിലും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ് സാധനം ചെയ്യുക, ബോഡിയാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക, അതിനുശേഷമാണ് നമ്മൾ കണ്ടീഷൻ ചെക്കിങ് വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയണത് ഫോർ ലൂപ്പിനും വൈൽ ലൂപ്പിന് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുക. ഓക്കെ, അതായത് എൻട്രി ചെയ്യണ സമയത്ത് തന്നെ കൺട്രോൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതായത് കൺട്രോൾ ചെയ്യും. നമ്മൾ സാധാരണ സിനിമയുടെ ഉള്ളിൽ കയറുന്നവരെ സിനിമ ടിക്കറ്റ് നോക്കുന്ന പോലെ. ഓക്കെ, കാര്യം മനസ്സിലായോ, സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റൂ. അപ്പോൾ അതാണ് നമ്മൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്നാണ്. പക്ഷേ നമ്മൾ ഡു വൈൽ ലൂപ്പ് പറഞ്ഞ ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അതായത് എക്സിറ്റ് ചെയ്യണ സമയത്ത് മാത്രമേ അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ബസ്സിൽ കയറുന്ന പോലെ, ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ടിക്കറ്റ് ഒന്നും ചെക്ക് ചെയ്തില്ല, പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് നമ്മളൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയുള്ള ഒരു ലൂപ്പുകൾ, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് ആൻഡ് ഫോർ ലൂപ്പ്. ഇങ്ങനെ 3 ലൂപ്പുകളാണ് നമ്മൾ സാധാരണ ജാവയിൽ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ബൈ.